ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞാണല്ലേ പിണറായി വിജയൻ. എന്തൊരു സപ്പോർട്ടായിരുന്നത് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്. കടൽ കൊള്ള ആ ദേശാമാനിയുണ്ട് അവിടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഖ്യാപനം വന്ന ദിവസം ദേശാമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നത് കടൽ കൊള്ള എന്നാണ്. എന്തൊരു പിന്തുണയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്, പിണറായി സർക്കാരിന്റെ ഗണം. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന്. അല്ല, അപ്പൊ റിയൽ എസ്റ്റേറ്റ് പുള്ളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഇതൊന്നും ഞങ്ങളെ കൂടെ പറയിപ്പിക്കല്ല. എല്ലാം ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ തടസ്സം നിന്നേക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. K4 2019 ആകുമ്പോ 20 ലക്ഷം പേർക്ക് സൗജന്യ ഇത് കൊടുക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. എത്ര പേർക്ക് കൊടുത്ത്? 1 ലക്ഷം ആയില്ലല്ലോ, 50,000 ആയില്ലല്ലോ. ഇത് 25 കാലാവധി കഴിഞ്ഞ 6 കൊല്ലം കൂടി തട്ടിപ്പാണ് നടത്തിയത്. അതിലെ കൊടുത്ത കരാറുകാർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുള്ള ആളുകൾക്ക് കരാർ കൊടുത്തു. സംശയം എന്താ? ഈ ക്യാമറ വെച്ചത് അല്ലല്ല, ഞങ്ങൾ ആരോപണം അല്ല. അതിനെന്താ കോടതി എന്താ പറയുക? അല്ലല്ല, ഒരു കനത്ത പ്രകാരമില്ല. കോടതി പറഞ്ഞെന്താ? കോടതി അല്ലല്ല ഏത് അല്ല, 2 കേസുകൾ ഞങ്ങൾ കൊടുത്തു. അതിൽ കോടതി പറഞ്ഞത് ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല, ഇത് നടത്തി കഴിഞ്ഞു, ഈ സമയത്ത് ഇടപെടാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല. അതിലില്ല, കോടതി തടഞ്ഞു വെച്ചല്ലോ. പൈസ കൊടുത്തത് തടഞ്ഞു വെച്ചായിരുന്നല്ലോ. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് മനസ്സിലാക്കി പണം കൊടുക്കുന്നത് തടഞ്ഞു വെച്ചല്ലോ ക്യാമറ കേസിൽ, ഇല്ലേ? ഈ സമയത്ത് ഇനി ഇടപെട്ടിട്ട് എന്താ കാര്യം? കാരണം നടപ്പാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അന്വേഷിക്കേണ്ട വേറെ ഏജൻസിയാണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2026 ഞങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ അകത്ത് അഴിമതി നടത്തിയ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യും. സംശയം വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എല്ലാ തെളിവുകളും.